കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലേക്കാണല്ലോ. എന്താ പറഞ്ഞേ? കണ്ണാരുണ്ടോ മരം കയറ്റം മറക്കുന്നു. അയ്യേ, ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. ഏത് ടൈപ്പ്? നീ ഇപ്പൊ വിചാരിച്ച ടൈപ്പ്. അതിന് ഞാൻ എന്ത് വിചാരിച്ചു? ആ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഏതൊക്കെയാണെന്ന് പറ. ഞാൻ ആ പെൺകുട്ടിയെ നോക്കിന്നല്ലേ നീ പറഞ്ഞത്? പെൺകുട്ടിയോ? ആ, പോയതോ? എന്താ പെൺകുട്ടിയെന്നെ? വിളിച്ച് ചോദിച്ചു നോക്ക്. അവർക്ക് ചിലപ്പോ ഒരു പെൺകുട്ടി ഉണ്ടാവും. അതെയോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചു, പക്ഷെ പ്രായം നോക്കിയില്ല. സത്യം, ഞാൻ മുഖം നോക്കിയില്ല. പിന്നെ? അയ്യേ, ഞാൻ മുടിയാ നോക്കിയത്. മുടിയോ? ആ പൂവ് മുടി നിറയെ മുല്ലപ്പൂ വെച്ചിരിക്കുന്ന കണ്ടില്ലേ? സത്യമായിട്ടും അല്ലെങ്കിൽ തന്നെ പോലെ ഒരാൾ കൂടെ നടക്കുമ്പോ ഞാൻ എപ്പോഴെങ്കിലും തെറ്റായി നോക്കിയിട്ടുണ്ടോ? ആ വക കാര്യങ്ങൾക്കൊന്നും വിക്രത്തെ കിട്ടില്ല. ഓ, ഇയാള് വലിയ ദുർവാസാവല്ലേ? എന്താ സംശയം? ഈ വക കാര്യങ്ങളിലെ ഞാൻ ദുർവാസാവിനെക്കാളും മേലെയാ. അങ്ങനെ ഇപ്പോ എന്താ തപസ്സിളക്കാന്ന് ആരും വിചാരിക്കണ്ട. അയ്യടാ, അല്ലെങ്കിൽ തന്നെ ആര് വരുന്നു തപസ്സിളക്കാൻ? വരുമെന്ന് കരുതി കാത്തിരിക്കേ ഉള്ളൂ. അതൊക്കെ വരും. ഇയാളെ പോലത്തെ ആളൊന്നുമല്ല, ശരിക്കും സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്. ഓ, ഇയാളൊന്ന് പോയി കിട്ടിയാ മതി. ഓ, ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലേ? എന്തേ, എനിക്ക് അങ്ങനെ ആശിച്ചൂടെ? ഹലോ, എന്താ മുഖം പോയത്? എന്ത് മുഖം പോയി? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഒന്ന് ചെറുതായിട്ട് വിഷമമായി, ശരിയല്ലേ? എന്തിന്? എന്തിനാ ഒളിച്ചു വെക്കുന്നത്? ഇയാളൊന്ന് പോയി തന്നാ മതി എന്ന് പറഞ്ഞപ്പോ വിഷമായില്ലേ? എനിക്കോ? പിന്നെ വേറെ ആളെ നോക്ക്. വേറെ ആളെ നോക്കാനാ ഇയാളൊന്ന് പോയി തരാൻ വേണ്ടി പറഞ്ഞത്. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടിയൊന്നും വരാനില്ല. വന്നാ തന്നെ എനിക്കെന്താ? ഒരു ദിവസം ചോദിക്കാതെയും പറയാതെയും ഞാൻ കയറി വന്നു. അതേപോലെ ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും. അതിനിടയിൽ വിക്രം ആരെ നോക്കിയാലും ആരെ കാത്തിരുന്നാലും എനിക്കെന്താ? ശരിക്കും സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? അതല്ലേ സത്യം. സത്യം പറയുമ്പോ സീരിയസ് ആവാതിരിക്കും. ഞാനൊരു തമാശ പറഞ്ഞത്. അതിങ്ങനെ മൂഡ് സ്പോയിലാക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ആര് പറഞ്ഞു മൂഡ് പോയിന്നു? ആയില്ലേ? ഒട്ടുമില്ല. ഞാൻ ഇപ്പോഴും തൊഴാൻ വന്ന അതേ മൂഡിൽ തന്നെയാ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും. ഞാൻ ആ കടയിൽ നിന്ന് ഇത്തിരി മുല്ലപ്പൂ വാങ്ങിത്തരാം, അത് ചൂടിക്കോ. അയ്യടാ, എന്നിട്ട് ആ പെണ്ണിനെ ഓർമ്മിക്കാനല്ലേ? അയ്യേ, എടോ, ഇയാൾക്കത് നല്ല ഭംഗി ഉണ്ടാവും, അതുകൊണ്ടാ. എനിക്ക് പക്ഷെ മുല്ലപ്പൂ ഇഷ്ടമല്ല, അതുകൊണ്ട് വേണ്ട. മുമ്പ് വെച്ചിട്ടുണ്ടല്ലോ. നിവർത്തിയിടുകൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ അതുപോലെ അല്ലല്ലോ. എന്താ മുല്ലപ്പൂവിനോട് ഇത്ര ദേഷ്യം? ദേഷ്യപ്പെടാൻ മുല്ലപ്പൂ എന്താ? എന്നെ പിടിച്ച് കടിച്ചോ? പിന്നെ എന്താണെന്നാ? എനിക്കതിന്റെ മണം ഇഷ്ടമല്ലെന്നേ. എനിക്കിഷ്ടം റോസിന്റെ മണോ? മണമില്ലാത്ത പൂവുണ്ട്. അപ്പോഴോ? മണമില്ലാത്ത മുല്ലപ്പൂവോ? യെസ്. ഇയാളെ പോലെ ബുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാവും, മണമില്ലാത്ത മുല്ലപ്പൂ ഉണ്ടാവില്ല. അതിപ്പോ തെളിയിക്കാം. ഇവിടെ ഒരു മിനിറ്റ് നിൽക്ക്. പ്ലാസ്റ്റിക് അല്ലേ? മനസ്സിലായി. എനിക്കൊന്നും വേണ്ട. അയ്യോ, ഇത് പ്ലാസ്റ്റിക് അല്ല. നോക്ക്, ഇത് കടലാസാണ്. നമ്മുടെ ടിഷ്യൂ പേപ്പറിനോളം സോഫ്റ്റ്. ഇതിൽ ഏത് സ്പ്രേ അടിച്ചാലും ആ മണം കിട്ടും. അപ്പോ മണത്തിന്റെ പ്രശ്നവും പോയി, മുല്ലപ്പൂ വെക്കാനും പറ്റും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അതിന് അത്രയും കഷ്ടപ്പെട്ട് മുല്ലപ്പൂ വെക്കണ്ടെന്ന് തീരുമാനിച്ച പോരെ? പക്ഷേ എനിക്ക് ഇയാള് മുല്ലപ്പൂ വെച്ച് കാണാൻ ഒരു കൊതി. എന്തോ? അതേന്നെ. ശരിക്കും? എന്നാ പിന്നെ അത് നേരെ അങ്ങ് പറഞ്ഞ പോരെ? ഇത്രയും വളഞ്ഞു പിടിക്കണം. ഒറിജിനൽ മുല്ലപ്പൂ തന്നെ ഞാൻ വെച്ചേനല്ലോ. എന്നാ ഞാൻ പോയി മേടിക്കട്ടെ? അയ്യോ വേണ്ട, ഇനി ഇതന്നെ വെക്കാം. കാണുകയല്ലേ വേണ്ടു. മണമില്ലെങ്കിൽ സാരമില്ലല്ലോ. അങ്ങനെ നിൽക്കേ, എന്താ ചിരിക്കുന്നത്? വലിയ ദുർവാസാവല്ലേ? ഒരു കഷ്ണം കടലാസ് പൂ വെച്ചപ്പോഴേക്കും തപസ് ഇളകിയല്ലോ എന്നോർത്ത് ചിരിച്ചതാ. രാധേ, എന്തുകൊണ്ട് വിശേഷം? എങ്ങോട്ടെങ്കിലും ഓട്ടം പോകാനുണ്ടോ? എങ്കിലേ ദാ വണ്ടി വിളിച്ചാ മതി. ഇവിടെ ക്യൂ സിസ്റ്റം ആണ്. അതെന്താ രാധേ, കണ്ടിട്ടൊരു പരിചയമില്ലാത്ത പോലെ? പരിചയം ഭാവിച്ചിട്ട് എന്തിനാ? അതുകൊണ്ട് ഉപകാരമൊന്നും ഇല്ലല്ലോ. രാധ വലിയ പിണക്കത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ ആരാ നിങ്ങളുമായിട്ട് പിണങ്ങാൻ? നിങ്ങളുടെ സ്റ്റാറ്റസ് കോ എന്റെയും തമ്മില് ഒരിക്കലും ചേരില്ല. ഞാനങ്ങനെ വലിയ സ്റ്റാറ്റസ് ഉള്ള ആളൊന്നും അല്ല രാധേ. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാ ഞാൻ. ഒരുപക്ഷെ നിന്നേക്കാൾ താഴെ. സ്ഥിരമായിട്ടൊരു ജോലിയും കൂലിയും ഇല്ലാതിരുന്നിട്ടും ഈ വിനയന്റെ ആലോചന വന്നപ്പോഴേ വീട്ടുകാർ ഒന്നും നോക്കാതെ കെട്ടിച്ചു വിട്ടതിന്റെ കാരണം തന്നെ എന്റെ വീടിന്റെ പരിതസ്ഥിതി അത്രയ്ക്ക് മോശമായണ്ട. ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വന്ന സമയത്ത് നീ ആ വീട്ടിലേക്ക് വരുമ്പോ നിന്നിൽ ഞാൻ കണ്ടിരുന്നത് എന്നെ തന്നെയാ. എന്തിന്? നിന്റെ അടുത്തുനിന്ന് ഓട്ടോ ഓടിക്കാൻ പഠിക്കണമെന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നതാ. അയ്യോടാ, എന്നിട്ട് എന്താണാവോ പഠിക്കാൻ വരാതിരുന്നത്? സൈക്കിൾ ഓടിക്കാൻ വരെ പേടിയുള്ള ഞാൻ ഓട്ടോ ഓടിക്കുന്നത് എങ്ങനെയാ? നല്ല കാര്യായി. സത്യത്തിൽ നീ ശരം വിട്ട പോലെ ഓട്ടോ ഓടിച്ചു പോകുമ്പോഴേ അത്ഭുതം കൊണ്ട് ഞാൻ വാ പൊളിച്ചു വരെ നിന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ സ്പീഡില് നിന്നെ ഓവർടേക്ക് ചെയ്ത് വേദ ആ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല രാധേ. നന്ദിനി അടുത്തേക്ക് എന്താ പറയാനുള്ളത്? അത് പറഞ്ഞിട്ട് പോവാൻ നോക്ക്. എന്തിനാ എന്നെ പോയിരുത്തി വെറുതെ സമയം കളയുന്നത്? ഹൗ, നീ നന്ദിനിയടുത്തിന്ന് വിളിക്കാൻ പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒരു കാലത്ത് ഒരുമിച്ച് ജീവിക്കുമായിരിക്കുന്ന മനസ്സിൽ വിചാരിച്ചിരുന്ന ആളുകളല്ലേ. ഏട്ടത്തി മനസ്സ് വേണ്ടെന്ന് വിചാരിച്ചാലും നാക്ക് ശീലം വിടണ്ടേ? ശരിയാ നീ പറഞ്ഞത്. ശ്രീചേച്ചിയും നീയും ഞാനും അവിടെ മരുമക്കളായി ഉള്ള ഒരു കാലമായിരുന്നു അവിടെ എന്റെയും പ്രതീക്ഷ. ശ്രീചേച്ചിയും നമ്മളെപ്പോലുള്ള ഒരു പാവപ്പെട്ട ചുറ്റുപാടിന്നാണല്ലോ. നമുക്കാവുമ്പോ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഒരു പ്രയാസവും ഇല്ല. അതിനിടയിലൊക്കെ കൊമ്പത്തെ മഹാറാണി വന്നതാ എല്ലാം കുഴപ്പമാവാൻ കാരണം. വലിയ കുറുപ്പത്തെ പാറക്കുട്ടിയമ്മയാണെന്നാ വിചാരം. ആരാ കുറുപ്പത്തെ പാറക്കുട്ടിയമ്മ? വലിയ കൊമ്പത്തെ പെണ്ണുങ്ങളെ പറ്റി വീട്ടിൽ അച്ഛൻ പറയാറുള്ളതാ. തൃശ്ശൂര് ശക്തൻ തമ്പുരാന്റെ ആളായിരുന്നത്രേ. ഓഹോ, അപ്പൊ വിക്രമാദിത്യനും വേതാളവും പോയിട്ട് ശക്തൻ തമ്പുരാന് പാറക്കുട്ടിയായോ? ആരായാലും നമ്മളുണ്ടോ മൈൻഡ് ചെയ്യാൻ? ശ്രീചേച്ചിക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതുകൊണ്ട് കാര്യമില്ലല്ലോ. പോയില്ലേ? ആര് പോയി? അത് പറയാനല്ലേ ഞാൻ നിന്നെ തേടി വന്നത്. വിക്രമാദിത്യനെ ഇട്ടേച്ച് വേതാളം തിരിച്ചുപോയി. ഇട്ടേച്ച് പോയെ? എങ്ങോട്ട്? അവളിരുന്ന് അവളുടെ പഴയ ആ കുമ്പിലേക്ക്, അവളുടെ വീട്ടിലേക്ക് തന്നെ. നന്ദിന്റെ അടുത്ത് എന്തൊക്കെയാ പറയുന്നേ? അതേരാതെ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള അടുപ്പം വിക്രം ഒരു കാലത്തും അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് മനസ്സിലായപ്പോ അവള് പൊടിയും തട്ടി കെട്ടും കിടക്കി എടുത്ത് സ്ഥലം വിട്ടു.
വേദയോ? അതേന്നെ, നീ വേണമെങ്കിൽ വീട്ടിൽ വന്ന് അമ്മയോടോ ശ്രീചേച്ചിയോടോ ചോദിച്ചു നോക്ക്. എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നതേ അവൾക്ക് മടുത്തൂന്നാ. ഇനി അവൾ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. എനിക്ക് തോന്നുന്നില്ല വേദ അങ്ങനെ ചെയ്യും. ഞങ്ങൾ എല്ലാവരും നിൽക്കുമ്പോ യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങിയത്. ഇറങ്ങുമ്പോ അവളുടെ കണ്ണിൽ ഇത്തിരി വെള്ളം പൊടിഞ്ഞിരുന്നു. ഭയങ്കരി. അതുപോലും ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി മറച്ചു പിടിച്ചാ പോയത്. രാധേ, ഇത് നിന്റെ സമയമാ. ഈ സമയം നീ ശരിക്കും ഉപയോഗിച്ച വിക്രമിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നീ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അവള് പിണങ്ങി തന്നെയാ പോയത്. വിക്രമിന്റെ സ്വഭാവം അറിയാലോ. അവനും വാശിക്ക് അത്ര മോശമൊന്നുമല്ല. അങ്ങോട്ട് ചെന്ന് അവളെ കാണാനായിട്ട് അവൻ അത്ര പെട്ടെന്ന് തയ്യാറാവത്തുമില്ല. ആ അവസരമാണ് നീ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടത്. നന്ദിനിയെടുത്ത് എന്താ കരുതിയത്? അവള് പോയി ആ കട്ടിലൊഴിയാൻ ഞാൻ കാത്തിരിക്കുകയാണെന്നോ? ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകൾ തമ്മിൽ ചിലപ്പോ വഴക്കുണ്ടാവും, ചീത്ത വിളിച്ചൊന്നും വരും, പരസ്പരം അകന്ന് കുറെ കാലം കഴിഞ്ഞൊന്നും വരും. പക്ഷെ ആ റിലേഷൻ ശക്തമാണെങ്കിലേ അവര് തന്നെ അത് പരിഹരിച്ചോളൂ. അതിനിടയിലെ മറ്റൊരാളുടെ ആവശ്യമില്ല. കുറച്ചു കാലം മുമ്പ് എനിക്കത് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിക്രമിനെയും വേദനയും തമ്മിൽ പിരിച്ച് എന്നെ സഹായിക്കുന്ന വേഷം നന്ദിനി എടുത്ത് കെട്ടണ്ട. രണ്ടാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കാൻ നോക്കിയ ചെന്നായുടെ പഴയ കഥയില്ലേ, അതുപോലെ അവസാനം പുറത്താവാൻ പോകുന്നതേ നന്ദിനി എടുത്തിയായിരിക്കും. അടുത്ത ഓട്ടം എനിക്കുള്ളതാ. വെറുതെ നിന്ന് എന്റെ പണി മെനക്കെടുത്താതെ നന്ദിനി എടുത്തി പോവാൻ നോക്ക്. ഞാൻ നിനക്ക് നല്ലത് വരട്ടെന്ന് കരുതി പറഞ്ഞതാ. അല്ലാതെ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. ഇല്ലല്ലോ. ഗുണമില്ലാത്ത ഒരു കാര്യത്തിനും നമ്മൾ മെനക്കെടരുത്. വിക്രമിന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാടാതാ കേട്ടോ. ചെല്ല് ചേച്ചി, ഓട്ടം പോകില്ലേ? ആ പിന്നെന്താ, അതല്ലേ നമ്മുടെ പണി. നിങ്ങൾ കയറിക്കോ. പോട്ടെ നന്ദിനിയെത്തി. ഒന്ന് മാറിയിക്കാവോ? വിക്രമേട്ടൻ നിന്റെ ചേച്ചിയിലടി. ഉണ്ട്, മോളിലുണ്ട്. വാ ചേട്ടാ. ഞാനില്ല, ഇങ്ങനെ വിളിച്ചാ മതി. ഇപ്പൊ വിളിക്കാം. എന്താടി, എന്താ കാര്യം? അത് വിക്രമേട്ടൻ. ആര്? വേദേച്ചിയുടെ വിക്രമേട്ടൻ. വേദേച്ചിക്ക് ഇനി അങ്ങനെ ഒരാളില്ല. അതുകൊണ്ടാണ് അവൾ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. എന്താടാ, എന്താ പ്രശ്നം? പുറത്ത് അവൻ വന്ന് നിൽക്കണമെന്ന് അവന് കാണാൻ വേണ്ടി ഇവള് വേദയെ വിളിക്കാൻ പോവാ. മാറിക്കട ഇങ്ങോട്ട്. അവനോടെ ഞാൻ സംസാരിച്ചോളാം. ശ്രീകാന്തേ, വഴക്ക് വേണ്ട. അമ്മ ഇന്നും ഉണ്ടായിരുന്നേ. എന്താ വേണ്ടത്? എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്. എന്റെ വീട്ടില് എന്നോട് സംസാരിക്കാനേ ഇപ്പൊ പറ്റൂ. ഇത് ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ കൂടെ വീടല്ലേ. അദ്ദേഹത്തിന്റെ മകളായ എന്റെ ഭാര്യ വേദയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകൂ. നിന്റെ ഭാര്യ അതൊക്കെ പണ്ട്. ഇപ്പൊ അവൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. അത് നിങ്ങൾ പറഞ്ഞ പോരല്ലോ. ഞാൻ കിട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കണ്ടേ പറ്റൂ. എന്നാ അതും കൂടി വലിച്ചു പൊട്ടിച്ച് നിന്റെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിഞ്ഞുതരാം. കാണൂടാ. അതിനെ അവള് സമ്മതിക്കുമെങ്കിൽ എനിക്ക് അതും കൂടി കണ്ടിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. അളിയനെ കൊണ്ട് പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്ത് കാണി. നീ ഇങ്ങോട്ടാ. ഇത്രയും കാലം ഞങ്ങൾ ആരും പറയുന്നത് കേൾക്കാതെ അവള് നീ പറയുന്നത് വിശ്വസിച്ച് അവിടെ ഇരിക്കായിരുന്നില്ലേ? നിന്നെ മടുത്തിട്ട് അവൾ ഇങ്ങോട്ട് വന്നത്. ഇനി നിന്നോട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ല. അത് അവള് പറയണമെന്നേ. വിക്രം, വെറുതെ വഴക്കുണ്ടാക്കരുത്. ഇവിടെ ശങ്കരേട്ടനില്ല. എനിക്ക് അതിന് ജഡ്ജി ഏമാനെ കാണേണ്ട കാര്യമില്ലെന്നേ. അമ്മയോ? ആരോടാ നിന്റെ അമ്മ? ശ്രീകാന്തേ, വേണ്ട. ഇയാൾ അങ്ങനെയൊക്കെ ചോദിക്കുമേ. ഒന്നുമില്ലെങ്കിലും പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കാൻ ഇയാൾക്ക് അറിയില്ലല്ലോ. താൻ എന്റെ അച്ഛനോടും അമ്മയോടും പെരുമാറിയ രീതിയിലൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എന്തേ, ഞാൻ വഴക്കുണ്ടാക്കാനോ ബഹളം വെക്കാനോ വന്നതല്ല. ഞാൻ കെട്ടിയ താലിയുടെ പേരില് അങ്ങോട്ട് വന്ന് താമസം തുടങ്ങിയവള് അവള്. ഇപ്പൊ ഞാൻ മലയ്ക്ക് പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് എന്നോട് പോലും പറയാതെ തിരിച്ചു വന്നിരിക്കുന്നു. അതിന്റെ കാരണം എനിക്ക് അറിയണമെന്നുണ്ട്. അത്രേ ഉള്ളൂ. ചേച്ചി, ചേച്ചി. വരുന്നു. ചേച്ചി, ഒന്ന് താഴേക്ക് വന്നേ. വിക്രം ചേട്ടൻ വന്നിട്ടുണ്ട്. ശ്രീയേട്ടനുമായിട്ട് പാടിയാവും. നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ കാണാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതിനെനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. കൈവിടറ. പുറത്തേക്ക് ഇറങ്ങടാ. കൈ എടുക്കണോ? ശ്രീകാന്തേ, വേണ്ട. ശ്രീയുടെ, വേണ്ട. ശ്രീയുടെ, ശ്രീയുടെ, മനശ്രീ വേണ്ട. ശ്രീയുടെ, വേണ്ട. അയ്യോ, ഇവിടെ ശ്രീകാന്തേ. അയ്യോ, നിർത്താനോ പറഞ്ഞേ? വിക്രമിനെ വിടണം. വിടാൻ. നമ്മൾ ഒന്നിച്ചുള്ള ജീവിതത്തിന് ഇനി ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ തിരിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാനുമില്ല. ഇനി എന്നെ കാണാനെന്നുള്ള പേരിൽ ഇങ്ങോട്ട് വരരുത്. ഇവിടെ വന്ന് ഇത്തരം ഡ്രാമകൾ ആവർത്തിച്ചാൽ ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും ഞാൻ മാറി താമസിക്കേണ്ടി വരും. അല്ല, ഞാൻ പറയാം. സോ പ്ലീസ്. ഒരു മഴ നൂലിൽ കനവുകൾ നീയും